അടിച്ച് പൊട്ടിക്കടാ പീറ്ററെ. ശ്രദ്ധിക്കണ്ടേ, ഓൺ ഡ്യൂട്ടി ആണെന്നുള്ള ബോധം വേണ്ടേ? ഡയലോഗ് അടിക്കാൻ ഓൺ ഡ്യൂട്ടി ആണെന്നുള്ള ബോധം വേണ്ടേ? ബാക്കിയുള്ള സാർമാർ ചെല്ലി ഇവിടെ വെച്ച് ഗണ്ണെടുത്തല്ലോ, പിള്ളേരെ എടുത്തിട്ട് പൊതിക്കും കേട്ടോ. പോയി ഭരത്തിനോട് പറ. എനിക്ക് അറിഞ്ഞൂടാ ചന്ദ്ര, ഈ കാണിക്കണേനൊക്കെ എന്തൊക്കെയാണ് ഭവിഷ്യത്തെന്ന്. ഹലോ മിസ്റ്റർ ചന്ദ്രൻ. ഹലോ സാർ. ചന്ദ്ര, എന്താണ് തീരുമാനം? സറണ്ടർ ചെയ്യുന്നുണ്ടോ അതോ ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യട്ടെ ബാക്കിയുള്ള പ്രോസസ് ഒക്കെ? സാറേ സറണ്ടർ എന്തായാലും ചെയ്യാൻ പോകണം, സാർ നല്ലപോലെ അറിയാം. ബാക്കി നിങ്ങളുടെ പ്രോസസ് എന്തൊക്കെയാണ് സാറേ, അതൊന്ന് പറഞ്ഞു കേക്കട്ടെ. നമുക്ക് ഇന്നലെ കേസ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്നലെ നൈറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ സിറ്റിയിൽ കുറച്ച് ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് ആ സമയത്ത് നടന്നില്ല. നൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ്. അത് DOJയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് താങ്കളെ അറസ്റ്റ് ചെയ്യാനും മിസ്റ്റർ അപ്പാപ്പൻ എന്നൊരു പേര് നിങ്ങൾ പറഞ്ഞായിട്ട് കേട്ടു. കോളിലാണ്. അപ്പാപ്പൻ ഉണ്ട്. അയാളുടെ പുള്ളിയുടെ ഫുൾ നെയിം എന്താ? അപ്പാപ്പൻ എന്നല്ലല്ലോ പുള്ളിയുടെ പേര്. AP പാപ്പൻ. ഈ AP പാപ്പൻ തന്നെയാണോ അപ്പാപ്പൻ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്? അതെ 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 അതെ. ഓക്കെ, അപ്പോ പുള്ളിയാണ് അന്ന് തട്ടിക്കൊണ്ട് പോവാനും ഞങ്ങളുടെ കമ്മീഷണറിനെ തട്ടിക്കൊണ്ട് പോയതൊക്കെ അല്ലേ? അതെ അതെ, പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ഞാൻ പറഞ്ഞിട്ടാ ചെയ്തത്. ഓ, താങ്കൾ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പം യു ആർ കിങ് പിൻ, റൈറ്റ്? ഉറപ്പായിട്ടും. ഓക്കെ സാർ, കൺക്ലൂഷൻ ഇങ്ങനെ അന്വേഷിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ അത് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കുന്നേ? അതെ അതെ, കുറച്ചുകൂടെ ക്ലിയറിറ്റി കിട്ടുമല്ലോ. ഇല്ല സാറേ, എന്റെ ക്രെഡിറ്റ് ഞാൻ വേറെ കൊടുക്കാറില്ല, അതിന് ഈ പണ്ടേ തൊട്ടുള്ള ശീലം. ഓക്കെ ചന്ദ്ര, ടൈം ലിമിറ്റ് ഇല്ലാത്ത ലുക്കൌട്ട് നോട്ടീസ് ആണ് ഇറക്കിയിട്ടുള്ളത്. ഞങ്ങൾ അത് പത്രത്തിലും മറ്റു കാര്യത്തിലും ചന്ദ്രനോട് പബ്ലിഷ് ചെയ്യും. അതിന് ആദ്യം ഞങ്ങളുടെ റൗണ്ട് ഓഫ് ഒരു ഇത് കാണും ചന്ദ്രനെ നോക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ ഞങ്ങൾ ഇത് പബ്ലിക്കലി അനൗൺസ് ചെയ്യും. അതായത് ചന്ദ്രന്റെ തലയ്ക്ക് ഒരു വിലയിടും. സാറേ ഇത് ഇപ്പം സംഭവം എന്ന് പറഞ്ഞാൽ സാറ് താങ്ങൂല, ഡിപ്പാർട്ട്മെന്റും താങ്ങൂല, DOJയും താങ്ങൂല, പിന്നെ EMS കോണ്ടാക്ട്സ് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സാർ എന്തിനാ സാറേ അറിഞ്ഞു വെച്ചിട്ട് വെറുതെ? അറിഞ്ഞു വെച്ചിട്ട് കളിക്കുമ്പോഴല്ലേ ഒരു സുഖമുള്ളൂ അല്ലേ? അതെ സാറേ, എന്നെ EMS വല്ലാണ്ട് സാറേ, EMS തന്നെ ചൊറിയുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കയറി അടിച്ചവന്റെ കാലിനൊടിക്കും. അങ്ങനെ ചെയ്യരുത് ചന്ദ്ര, കാരണം അത് വീണ്ടും വീണ്ടും താങ്കൾ മൾട്ടിപ്പിൾ ക്രൈംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ സാറേ, ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ അടുത്ത് പറഞ്ഞത്. അവനെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനോടെ കൊണ്ടുപോകും. ഓണിക്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം ഇത്. ഓക്കെ, എനിക്കിവിടെ വേണ്ടത് സിറ്റിക്കകത്തുള്ള ഒരു എന്താണ് ലോ ആൻഡ് ഓർഡർ പ്രോപ്പർ ആയിട്ട് പോവുക എന്നുള്ളതാണ്. അത് വീണ്ടും വൾഗറായിട്ട് പോകരുത്. ഓക്കെ, XMD ആണ് ചെയ്യുന്നെങ്കിൽ XMD അകത്ത് കിടക്കും. ചന്ദ്രനാണ് ചെയ്യുന്നെങ്കിൽ ചന്ദ്രനകത്ത് കിടക്കത്തില്ല. ചന്ദ്രൻ എത്ര പ്രാവശ്യം കിടന്നിട്ടുണ്ട് ചന്ദ്ര? സാറേ ഞാൻ കുറെ പ്രാവശ്യം കിടന്നിട്ടുണ്ട് സാറേ. അത് ഞാൻ വിചാരിച്ചിട്ടാ ഞാൻ അകത്ത് കിടന്നത്. പക്ഷെ ഞാൻ വിചാരിക്കേണ്ടത് ഞാൻ അകത്തും കിടക്കത്തില്ല. എന്നാ നമുക്ക് നോക്കാം ചന്ദ്ര, അത് വിചാരിച്ചിട്ട് വിചാരിക്കാതെ അകത്ത് കിടക്കുന്നുണ്ടോന്ന്. സാറിന്റെ മൂക്കിന്റെ തുമ്പത്തി ഞാൻ നിൽക്കാം. സാർ തന്നെ പിടിക്കാൻ പറ്റും സാർ, പിടി. ഓക്കെ, ഈ മൂക്കിന്റെ തുമ്പത്തിക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ ഇവിടെ എന്റെ ഓഫീസേഴ്സ് പറഞ്ഞു, മീശയൊക്കെ എന്തൊക്കെ പരിപാടി കാണിച്ചാണോ നിന്നെന്ന് പറഞ്ഞു. അവര് പ്രത്യന്വേഷണത്തിലാണെന്നൊക്കെ പള്ളി പറഞ്ഞിട്ടു. സാറേ സാറേ അതെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയില്ല സാറേ. ഓക്കെ, നമ്മള് നോക്കാം. വേഷം മാറാൻ പറ്റുന്ന അത്രത്തോളം വേഷം മാറിക്കോ. സാറേ എന്നെ ഈഗോ പിടിപ്പിക്കല്ലേ സാറേ. ഈഗോ പിടിപ്പിക്കുമ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ ചന്ദ്ര. സാറൊന്ന് വെയിറ്റ്. ഞാനേ ഇപ്പൊ ചെറിയൊരു വേണ്ടി പോവാ, എമർജൻസി ആണ്, പോയിട്ട് ഉടനെ വരാം. സാർ പെട്ടെന്ന്, അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കാം സാർ. ആ സമയം കൊണ്ട് ചന്ദ്രന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചന്ദ്രൻ എല്ലാം ചെയ്തു തരാം സാർ, എല്ലാം ചെയ്യാം. ഒന്ന് വെയിറ്റ്. വിളിച്ചിട്ട് വരാം. വായ്സ് റെഡിയാണോ? ഞാൻ ഇപ്പൊ പീറ്ററെ വണ്ടി എടുത്ത സ്ഥലം പോണം. എടാ ഇപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് നമുക്ക് പരിപാടി സെറ്റ് ആക്കണം. ദില്ലി ഉണ്ടോടാ? എല്ലാരും ഉഷാറായ ഇപ്പൊ വരുവാ ഞാൻ 5 മിനിറ്റ്. എടാ നിങ്ങള് എനിക്ക് ഇന്ന് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളെനിക്ക് എത്ര പേര് ഇവിടെ ലവി എടാ എനിക്ക് ഇന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരുന്നതിന്റെ എന്തായാലും നിങ്ങൾ എടുക്കുന്ന പണിക്കുള്ള കാശ് എന്തായാലും നിങ്ങൾക്ക് തരും.
ബ്ലാക്ക് മഫിയ അല്ലാത്ത ബാക്കി എല്ലാവർക്കും അപ്പൊ ബാക്കി എല്ലാരും നിങ്ങളെല്ലാരും ഹെൽപ്പ് ചെയ്യണം. ഐ മീൻ നാളെ കൂടി വരാനായിട്ട് പറ്റുമെങ്കിൽ. ഇന്നിപ്പം നിങ്ങൾ നോക്ക്, ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ. നിങ്ങൾക്ക് ഒന്നും പറ്റാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ മാക്സിമം നോക്കും. ഇല്ല, നിനക്കൊന്നും പറ്റൂല. ഞാൻ ഇല്ലടാ, ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നിനക്കൊന്നും പറ്റൂല. പിന്നെ പീഡിക്ക് വല്ലാത്തൊരു വെല്ലുവിളിയാണ്. നമ്മളങ്ങ് എടുക്കും, നമ്മളങ്ങ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ അത് അങ്ങനല്ല, എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. വേറെ ഒന്നുമല്ല, പീഡിയുടെ കാര്യങ്ങൾ ഇല്ല, അതല്ല ചില്ലാത്. പീഡിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ. ബാക്കി നമുക്ക് പീഡിക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്താണെന്ന്. ഓക്കെ, ഓണല്ലേ? ഓണല്ലേ? ഓക്കെ ഓൾ സെറ്റ്. എടാ എല്ലാവർക്കും പോകാനുള്ള വണ്ടി റെഡിയാക്കണം. എല്ലാവർക്കും പോകാനുള്ള വണ്ടി റെഡിയാക്കണം. നിങ്ങളുടെ കയ്യിൽ ആർക്കൊക്കെ വണ്ടിയുണ്ട്? വണ്ടി ഉള്ളവരൊക്കെ ഒന്ന് വണ്ടി എടുക്കാവോ? ജസ്റ്റ് ഒന്ന് ഏതേലും ഒരേ വണ്ടി, ബ്ലാക്ക് കളർ വണ്ടി എത്രയും നല്ലത്. എടാ ഈ ബിൽഡിങ്ങിനെ കാണില്ല. എന്താ കേട്ടില്ല? കാണത്തില്ല കേട്ടോ. എന്താ അകത്ത് കയറണ്ട. ബാക്കി പിള്ളേരെന്തിയെ? ബാക്കിയുള്ളവരെന്തിയെ? എടാ ഡിയോജന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. കേറണ്ട, അകത്തൊന്നും കേറണ്ട. അടിച്ച് പൊട്ടിക്കടാ പീറ്ററെ. അകത്ത് കയറണ്ട. അകത്ത് കയറണ്ട. വലിച്ചു തുറക്കടാ പീറ്ററെ. വലിച്ചു തുറക്കടാ പീറ്ററെ. വലി വിട്രേ വലിച്ചു തുറക്കടാ. നിങ്ങൾ വെടിക്കണ്ട. നിങ്ങളുടെ ഇത് കളയണ്ട. നിങ്ങളെ ഡ്യൂറബിലിറ്റി കളയണ്ട കേട്ടോ വെടിവെച്ച്. എന്റെ കണ്ണിൽ ഡ്യൂറബിലിറ്റി ഉണ്ട്. അതിന്റെ അന്ന് മാറി തലിക്കൊന്നും പിടിക്കല്ലേ. കണ്ണ് കുറവുള്ളവർ അടിക്കല്ലേ. ഇപ്പഴേ പറയുവാണേ. കണ്ട എവിടെ എക്സെപ്റ്റ് എവിടെ? എവിടെ എക്സെപ്റ്റ് എവിടെ? എക്സെപ്റ്റ് എവിടെ? നീ താഴെ ഇറങ്ങിയാണെന്ന്. നീ താഴെ ഇറങ്ങിയാണ്. നിന്റെ അടുത്താണ് താഴെ ഇറങ്ങാൻ. നിനക്കെന്ത് പാട്ട് പാടാൻ നിനക്ക് മുട്ടിയിരിക്കണം. നിനക്കങ്ങ് പാട്ട് പാടാൻ നിനക്ക് മുട്ടിയിരിക്കണം. നിനക്കങ്ങ് നിനക്ക് പാട്ട് പാടാൻ മുട്ടിയിരിക്കണം. നിനക്ക് പാട്ട് പാടാൻ മുട്ടി നിക്കാണെന്ന്. അല്ലല്ലോ, എന്തിനാ സുഹൃത്തെ തലയിൽ തൊള വീഴ്ത്തണേ? ഇന്നെന്തിനാ തലയിൽ തൊള വീണേന്ന്? ഞാൻ അവിടെ വേറെ ആണല്ലേ? നിന്റെ കൂടെ തന്നെ ഇവിടെ ഇട്ട് കൊല്ലും. അപ്പൊ നീ ഇവിടെ നിന്ന് പാട്ട് പാടുകയാണോ? ശരിയാണോ അത്? എവിടെ ആള്? ആളിപ്പോ അവനെ വിളി. എവിടെ കൂടെ എവിടെ? അവൻ വരും. അതെല്ലാം പറഞ്ഞ നീ ഇവിടെ നിന്ന് പാട്ട് പാടി കുണക്കണ നമ്മളെ. നീ വിളി, ഒണിക്സിനെ വിളി. ரொம்ப டைம் எடுத்தா இஎம்எஸ் எல்லாம் அடிச்சு உடைக்கும். അല്ല വന്നില്ലേ? അവൻ വന്നില്ലേ? എടാ ഒണിക്സ് എവിടെ? സണ്ണി ഒണിക്സ് എവിടെ? സാറേ എന്താ പറ്റി? പറഞ്ഞുതരാം സാറേ. ഒണിക്സിനോട് സാറേ. ഒണിക്സ് വരും. നമ്മുടെ ഒരു സാറ് ഡൗൺ ആയി. ഒണിക്സ് ഒണിക്സ് 1020 വേഗം വാ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പൊ വരുമോ? ഒണിക്സ് ഇപ്പൊ വരുമോ?
ഒണിക്സ് വന്നേ വിളിക്ക് അവൻ ഇങ്ങോട്ട് വിളിക്ക് ഒനിക്സ് ഇങ്ങോട്ടേക്ക് വാ. ഫോൺ വിളിച്ചിട്ടുള്ള പ്രശ്നം ആ ഒരു പ്ലെയർ ആയിട്ട് തീർക്കുക. ഓക്കെ, അത് ഞാൻ തീർത്തോളാം. ബാക്കിയുള്ള ഞാൻ ലീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ നീ പെട്ടെന്ന് ഓഫ് ഡീൽ എടുത്തിട്ടാ പോ. ചെല്ല് പെട്ടെന്ന് ഓഫ് ഡീൽ എടുത്തിട്ടാ ചെല്ല്. വേണമെങ്കിൽ നിക്കറും ഒരു ഷർട്ടും എടുത്തോ. ഇല്ല ഞാൻ പോട്ടെ. നടത്തി തരാം അവന്റെ. നമുക്ക് അവൻ അവിടെ ബാത്റൂം കഴിക്കണം. ഹലോ, ഞാൻ അവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ട്? ഞാൻ ഇവിടെ ഉണ്ട്. ഒന്ന് വിളിക്കട്ടെ? ശരി, ഓക്കെ. എടാ നിങ്ങൾ ഇവിടെ ഇപ്പൊ വരാം. ഞാൻ ഒരുത്തന്നെ പിക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം കേട്ടാ. ഇപ്പൊ എന്നറിഞ്ഞ പല ഞാനൊന്നും മാവില്ല എന്ന് പറഞ്ഞവനാരാ. എന്നറിഞ്ഞ ഹലോ CID, നീയല്ലേ CID? നീയല്ലേ ഇൻവെസ്റ്റിഗേഷൻ നടത്താണ്ടിരുന്നയാള്? ഇനി എങ്ങനെ ചെയ്യും? ശ്രദ്ധിക്കണ്ടേ? ഓൺ ഡ്യൂട്ടി ആണെന്നുള്ള ബോധം വേണ്ടേ? ഡയലോഗ് അടിക്കാൻ ഓൺ ഡ്യൂട്ടി ആണെന്നുള്ള ബോധം വേണ്ടേ? കേട്ടില്ലേ? ഓൺ ഡ്യൂട്ടിക്ക് ശേഷം അതാ ഓഫ് ഡ്യൂട്ടി ആയ നീ എന്ത് ചെയ്യും? എടാ ഓഫ് ഡ്യൂട്ടി ആയാ നീ എന്തോ ചെയ്യുമെന്ന എന്റെ ചോദ്യം. മാറി ഇറങ്ങട്ടെ. ഇപ്പൊ ഇറങ്ങല്ലേ. ബാ ഇറങ്ങ്. വാ ഇവിടെ ഇരുന്നോ. അല്ലെങ്കിൽ ഇരിക്കണ്ട. ഒരു നമ്മളെയൊക്കെ ജീവൻ രക്ഷിച്ച് നടന്ന ഒരാളല്ലേ? വേണ്ട. ശരി. നീ എന്തുദ്ദേശത്തിലാണ് വെല്ലുവിളി നടത്തിയത്? അല്ല, നീ ഓഫ് ഡ്യൂട്ടി ആയിട്ട് നീ എന്ത് ചെയ്യുന്ന? എന്താ എങ്ങനെ അതിനെന്താ ചെയ്ത് കാണിക്കാൻ പോണേ? എടാ നീ ഓൺ ഡ്യൂട്ടി ആയിട്ട് നിന്ന് നിന്നെ ഓഫ് ഡ്യൂട്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിന്നെ നിർത്താൻ അറിയാമെങ്കിൽ നീ ഓഫ് ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്ന? അല്ല ശരി, ഞാൻ നിന്നെ ഓഫ് ഡ്യൂട്ടി തന്നു, നിന്നെ ഞാൻ ഫുൾ എക്യുപ്ഡ് ആക്കിയിട്ട് നിന്നെ വിടാം. നീ എന്ത് ചെയ്യും? എന്ത് പ്ലാൻ ചെയ്യും? ആണല്ലേ? ശരി, ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കണ്. നീ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എല്ലാം ചെയ്ത് നിനക്ക് പറ്റാവുന്ന ആളെയും കൂട്ടി നീങ്ങ വാ. ഞാൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ നീ വരണം. നീ ഇനി ഓൺ ഡ്യൂട്ടി എടുത്ത് നീ ഇനി EMS കയറരുത്. നിനക്ക് സസ്പെൻഷനാ. നിനക്ക് നാളെ തൊട്ട് നിനക്ക് സസ്പെൻഷനാ. പക്ഷേ നീ പറഞ്ഞ പോലെ നീ ആളെയും കൂട്ടി എന്നെ നീ വരണം. കേട്ടാ? ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാനിവിടെ എടുക്കാനോ ഓക്കെ? ചെല്ല് പോയിട്ടോ. വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വേണം വരാൻ കേട്ടാ. ഇനി വരുമ്പോ അപ്പൊ EMSലും എല്ലായിടത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒറ്റയ്ക്കാടാ. ഞാനും ഈ സിറ്റിയിൽ ഒറ്റയ്ക്ക് വന്നേ. ഇവിടെ നിൽക്കുന്ന എല്ലാരും ഈ സിറ്റിയിൽ ഒറ്റയ്ക്ക് തന്നെ വന്നേ. ആരും കൊണ്ടുവന്നല്ല, ഒറ്റയ്ക്ക് തന്നെ വന്നേ. കേട്ടാ? ഇവിടെ ഇപ്പൊ കൂടെ നിക്കണത് അതെന്റെ കഴിവാ. ഇവര് കൂടെ നിക്കണത് നീ ഒറ്റയ്ക്ക് ഉണ്ടാക്ക്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഇതല്ല, നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കിട്ടാ. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന കാര്യം പറയല്ലേ. ഒറ്റയ്ക്ക് തന്നെ എല്ലാരും ഉണ്ടാക്കുന്നത്. ഞാനും ഉണ്ടാക്കിയത് ഒറ്റയ്ക്ക്. അതുപോലെ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ചെല്ലേ. ഫുഡിന് എന്റെ ഐഡിയ എത്ര? 1388. എടാ എന്റെ അടുത്ത് നിന്ന് മാറി. എല്ലാരും
കഴിക്കടാ, ഫുഡൊക്കെ കഴിക്കില്ല. നിന്റെ ആരോഗ്യം എനിക്ക് വലുതാ. നീ ഫുഡൊക്കെ സന്തോഷത്തിന് ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോ എനിക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ ഓക്കെ ബൈ. ഓൾ ദ ബെസ്റ്റ്, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ മോനെ, പോയിട്ട് വാ. ഒന്നല്ലേ കഴിച്ചില്ല എന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ലോറിയല്ലേ അത് ബാന് പറഞ്ഞേ? അവന് നിർത്തിച്ച്. ഹലോ 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 ചേട്ടോ, എടാ നിർത്തിയനടാ. എടാ ഗ്രൈൻഡ് ചെയ്യുന്നവരെ വെടിവെക്കല്ലേ? വാ തിരിച്ച സാരല്ല, തിരിച്ച സാരല്ല. അല്ലേ, ഓക്കേ അല്ലേ. ആ എടാ, പേടില്ലേ? ഇഷ്ടല്ലേ? എന്ത് നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞ? കേട്ടില്ല. ഇല്ല ഹെൽത്ത് ഹെൽത്ത് കൊടുക്കണല്ലേ? കുറച്ച് ഹെൽത്ത് കുറവാണ്. ഹെൽത്ത് കുറവാണല്ലേ? ആ ഓക്കെ. അത് ഞാൻ EMS കുറെ പണിയെടുത്തില്ല. അതിന്റെ ഒരു എടാ കുഴപ്പമില്ല. ലെവി എനിക്ക് കുറച്ച് ഇങ്ങോട്ടൊന്ന് എൻ്റെ അടുത്തോട്ട്. ലെവി എനിക്ക് വെള്ളം തന്നെ. ആ മതി. ഓ രാമനാ, രാമൻ എന്റെ ഫുഡ് കൂടി ഹെൻഡിക്ക് കൊടുത്ത്. ജയിച്ചാ തീരത്തേതോ. ആ ഓക്കെ. അപ്പൊ നടന്ന് ഇവിടെ നിന്ന് വെച്ച് പിടിച്ച് നടന്ന റോഡാണ്. അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ മുതുക്കി പോയി ഇറങ്ങാം. ദ ബെസ്റ്റ് സ്ഥലം. നാളെ അവിടെ പോയിട്ട് നീ പരിപാടിയൊക്കെ തുടങ്ങുക, അല്ലെങ്കിൽ പോയി പോലീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഞാൻ നിന്റെ മുന്നിലാ നിക്കുന്നടാ. ഞാൻ എന്റെ മുന്നിൽ നിന്നെ ഞാൻ നിർത്തിയേക്കുവാടാ. ഞാൻ എന്റെ മുന്നിൽ നിന്നെ നിർത്തിയേക്കുവാ. ഞാൻ കാണാതിരിക്കുവോ നിന്നെ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ ഞാൻ കാണാതിരിക്കുവോന്ന്? ഞാൻ നിന്നെ കാണത്തുള്ളൂ. നീ ഒറ്റയ്ക്ക് കണ്ടാലും നീ ഒറ്റയ്ക്ക് അല്ലാതെ കണ്ടാലും നീ ഒന്നും പുളുത്താനും പോണില്ല എന്നെ. മനസ്സിലായില്ലേ? നീ ഒറ്റയ്ക്ക് കണ്ടത് എന്തോ ചെയ്യുന്നു എന്നെ. ആ നീ ഇപ്പൊ ചെല്ലി സിനിമ എടുക്കാനുള്ള പ്ലാനും ചെയ്ത് ഇല്ല നമുക്ക് ത്രില്ല് അടിപ്പിക്കാതെ വിട്ടോ. ഇനി പോട്ട്. ചെല്ല് നേരെ പോണ്ട ആന്റെ വാക്കുന്നുണ്ട് അത് പോട്ടെ. നേരെ വേണ്ട ഒന്നും ചെയ്യണ്ട. അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തിട്ട് അവൻ ചെയ്യാൻ പറ്റാൻ ചെയ്യട്ടെ. ബാക്കി നമുക്ക് നോക്കാം. അങ്ങോട്ടൊരു ലോറി വരുന്നുണ്ടാ. അതിൽ കയറി ലിഫ്റ്റ് അടിച്ചോ. കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലിക്കറി കൊള്ളാതായോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ. മനസ്സിലായ? വേണേ കയറി പോടാ അവന്റെ കൂടെ. മനസ്സിലായ? എനിക്ക് ഇനി അവന്റെ കഥ ബാക്കി. പിങ്ങി വിളിക്കണ ആളുണ്ട് ചന്ദ്ര. നിനക്കാരും വിളിക്കാൻ ആരില്ലെന്നല്ലേ പറഞ്ഞ? ആരില്ലെന്നല്ലേ പറഞ്ഞ EMS ഇനി ആരെ വിളിക്കാനാ പോകുന്നേ? എനിക്ക് വേറെ രക്തബന്ധം ഇല്ലാത്ത കുറെ ആൾക്കാർ. ആണോ? ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം മോനെ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ലെഫ്റ്റില് ട്രെയിൻ ഏതോ ഉണ്ട്. എടാ എല്ലാരും ഇറങ്ങിടാ. എല്ലാരും ഇറങ്ങി. ഇറങ്ങിക്കടാ. ഹലോ സാറിന് കൈ വെക്കേ.
സാറിന് കൈവയ്ക്ക്, സാറിന് കൈവയ്ക്ക്, സാറിന് കൈവയ്ക്ക്, സാറിന് കൈവയ്ക്ക്, സാറിന് കൈവയ്ക്ക് സാറേ. സാർ കൈവെക്ക്. പറഞ്ഞ മനസ്സിലല്ലേ? കേറിയടാ, കേറിയടാ, കേറിയടി, കേറിയടി, കേറിയടി. ബാക്കിയുള്ള സാർമാർ ചെല്ലി. ഇവിടെ വെച്ച് ഗണ്ണെടുത്തല്ലോ, പിള്ളേരെ എടുത്തിട്ട് പൊതിക്കും കേട്ടോ. പോയി ഭരത്തിനോട് പറ. എടുത്ത്. അവൻ എങ്ങോട്ടാ പോകുന്നേ? ഇറങ്ങി സാറേ, പുറത്തിറങ്ങി, പുറത്തിറങ്ങ, പുറത്തിറങ്ങി സാറേ. കേറ്റി കേറ്റി, വാ വാ, കിട്ടിയാലോ. സ്റ്റേറ്റ് പോലീസ് സാറേ, ആളെ തിരിച്ചു വെക്കേണ്ടതാണ്. തിരിച്ചു വെക്കാൻ മറ്റേ കളിപ്പാട്ടല്ലേ കിട്ടിട്ട് അവന്റെ. ആ നിന്റെ എടാ, വാ 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 വാ, ബാക്കിന്ന് 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 വാ, ബാക്കിന്ന്. സാറിന്റെ ഹെൽമെറ്റ് ഇരിക്കും സാറേ. സാറിന്റെ കൂടുതൽ എന്താ പരിപാടി സാറേ കാണിച്ചേ? സാറിന്റെ കൂടുതൽ എന്ത് പണിയാ സാറേ കാണിച്ചേ? സാറിനെ വിട്ട് കൊടുത്തിട്ട് അവര് കേറിപ്പോയ അത് കണ്ടാ സാറേ? സാർ എന്തായിരുന്നു സാർ ഇൻവെസ്റ്റിഗേഷൻ ഏതുവരെത്തി? നിങ്ങൾ അവിടെ എന്താ EMS സംസാരിച്ചിരുന്നേ? സാറേ ഞാൻ ഇന്നലെ വന്നിട്ടില്ല, ഞാൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. വെരി ഗുഡ്, ഗുഡ് ബോയ്. ഇന്ന് വന്നേ ഉള്ളൂ. അറിഞ്ഞായിരുന്നു. ഓക്കെ 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 ഓക്കെ. സാർ ഇതിന് മുന്നേ കണ്ടോണ്ടാ? സാർ ഇതിന് എന്നെ കണ്ടോണ്ടോ സിറ്റിയില്? ഓക്കെ ഓക്കെ ഓക്കെ. ഭരസാറിനെ വർഷങ്ങളായിട്ട് കാണുക, ഭരസാറിനെ വർഷങ്ങളായിട്ട് കാണുക. എന്നിട്ടും ഭരസാറിന് വാശി, ഭരസാറിന് ഒരേ വാശി. എന്താ ചെയ്യാ സാറേ? പറഞ്ഞാ മനസ്സിലാവണ്ടേ? എത്ര തവണ പറയാ? ട്രാക്കർ ഉണ്ടാ? ഇല്ലല്ലോ, വരട്ടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. വരട്ടെ, വന്നാലൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പീറ്ററാ, ഒരു സെക്കൻഡ് ഇങ്ങോട്ടാ. പീറ്റർ ഒന്ന് വന്നാ. സാറിന് ജസ്റ്റ് സറണ്ടർ അടിക്കാവോ? സറണ്ടർ എങ്ങനെയാണ്? എടാ കണ്ണെടുത്ത് ചെയ്യിപ്പിച്ച സാറിനെ കൊണ്ട്. ഇങ്ങോട്ടാ പീറ്ററാ. പറഞ്ഞ ഡ്യൂറബിലിറ്റി എത്ര ഉണ്ട് കണ്ണിന്റെ? നീ എവളോ വെക്കും? എപ്പോഴാ വെടി വെക്കും? மிஞ்சி போனா ஒரு 10 பேர் வெடி வைப்பேன், 100 பேர் கூட வைப்பேன். எல்லாம் ஹெட்போன். കൈവൊക്കെ ആൾ ഓടിക്കേറി സേഫ് സോണിൽ പോയെന്ന്. സാറിനെ വിട്ടു. സാർ നമ്മുടെ കൂടെ കൂടു. സാറ് കൂടുന്നാ? നമ്മുടെ കൂടെ കൂടുന്നാ? ദേവന്മാർ എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല ഇതുവരെ. തിന്നാൻ കിട്ടും, എല്ലാം കിട്ടും. സാറ് നമ്മളോട് കൂടിക്കോ, വരുന്നോ നമ്മുടെ കൂടെ? സാറ് നേരത്തെ കള്ളത്ത് നടന്ന് പോയാണ് ഒരു മൈൻഡ് ഇല്ലാതെ തിരിഞ്ഞു പോയി അവര്. സത്യല്ലേ? പോലും ഭരത് സാർ ഒന്ന് വിളിക്കില്ല. സാർ വിളിച്ചില്ല? അല്ല എന്ത് പരിപാടിയാ സാറെ കാണിക്കുക? എന്നാലും എന്ത് പരിപാടിയാ സാറേ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ കൺസൈൻമെന്റ് പോയിരിക്കുകയാണോ ഇപ്പൊ? പക്ഷെ ആളെന്നെ വിളിച്ചായിരുന്നല്ല. ആ ഓക്കെ, അത് പോട്ടെ. നിങ്ങള് PDയുടെ അടുത്ത് എന്താ പറഞ്ഞ? എന്താ ചോദിച്ചേ? എന്താണ് അവിടെ ഒരാൾ കണ്ടം ചെയ്യണടാ. സർവീസിൽ ഒരു കോള് വന്നായിരുന്നു. അവിടെ XMD-യില് ആരെയോ ഹോസ്റ്റേജ് എടുത്തേക്കെന്ന് പറഞ്ഞ കുറച്ചു നേരം മുന്നേ അവിടെ വന്ന ഏതൊരു സിറ്റിസൺ ആണ് കോൾ ചെയ്തത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇതിലാണ് അവിടോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വന്നതാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ വന്നതേ ഉള്ളായിരുന്നു. വന്നങ്ങോട്ട് വണ്ടി ഒതുക്കിയിട്ട് നിന്നതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കാണ് നിങ്ങൾ വന്നത്. ശരി, ഭരസാറിനടുത്ത് എന്താ പറയാനുള്ളേ? ഞാൻ പറയാം. ഭരസാർ വന്നിട്ടില്ല ഇതുവരെ. അല്ല, ഭരസാറിനെ വിളിച്ചായിരുന്നു, ഞാൻ കോൾ എടുക്കാത്തെ. എന്താ ഭരസാറിനടുത്ത് എന്തോ പറയണം? എന്താ പറയട്ടെ ചന്ദ്രൻ എന്താന്ന് എനിക്ക് സാർ സാറിന്റെ അടിക്കണം എണീറ്റ. എന്നാലും എന്താ പറയട്ടെ? ഞാൻ ഒന്ന് വിളിക്കട്ടെ ആളെ. പകുതി ഉള്ളു, ഒന്ന് കഴിച്ചോട്ടെ.
വയറ് നിറച്ച് കഴിക്കാം. സാറിനെ പീടി നോക്കിയേക്കാട്ട് നല്ലവരെ നമ്മൾ നോക്കും. നമ്മൾ അതേപോലെയാണ് നല്ലത് തിന്ന് ഇരിക്കണേ. നല്ല ഫുഡ് ഒക്കെ കഴിച്ച് ഹെൽത്തിയാണ്. സത്യം നമ്മളെ പിള്ളേര് സാർ എന്റെ കൂടെ കൂടുന്ന നല്ല 3 നേരം ഫുഡ് കാക്കി ഊരിയ പാർട്ടി. സാറിന്റെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ലൈഫ് ടൈം. സാറിന്റെ മോഹൊക്കെ നോക്കി അങ്ങ് മാറുന്നു. സാറിന്റെ ഗണ്ണുണ്ടോ? സാറിന്റെ ഗണ്ണൊന്നും എടുത്ത സാറേ? ഈ പി ഡി ഇഷ്ട ഗണ്ണൊന്ന് കൊറേ നാളെ പി ഡി ഗണ്ണൊക്കെ എടുത്തിട്ട്. ഹലോ മിസ്റ്റർ ചന്ദ്രൻ, സാർ പി ഡി ഗണ്ണ് എടുക്കാൻ പറ്റുമോ പി ഡി ഓഫീസറിന്റെ? എടുത്തു കഴിഞ്ഞാ അത് എനിക്ക് അറിഞ്ഞൂടാ ചന്ദ്ര, ഈ കാണിക്കണതിനൊക്കെ എന്തൊക്കെയാണ് ഭവിഷ്യത്തെന്ന്. സാറേ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എന്താണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റാത്ത, ഞങ്ങളുടെ പെട്ട് കിടക്കാണ്. ചന്ദ്രൻ അവിടെ പൊളിച്ചെടുക്കുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. കുറ്റങ്ങളിലോട്ട് പോവുകയാണല്ലോ ചന്ദ്രൻ. നമ്മളിവിടെ നിങ്ങളെ ഓഫീസറായിട്ടൊക്കെ 1-2 പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ നിങ്ങളെ സാറ് ഇത് കൺസൈൻമെന്റിലാണ്. ചന്ദ്രൻ അറിയാലോ കൺസൈൻമെന്റ് എന്നൊരു കേസ് എന്താണെന്ന്. ചന്ദ്രൻ പീഡിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? ഓക്കെ. അപ്പൊ സാർ അതൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടാ നമ്മളിവിടെ ഫ്രീ ആയിട്ടിരിക്കുക, ഇവിടെ സംസാരിച്ച് കാര്യമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുക. ഓക്കെ ഇപ്പൊ ഓക്കെ സാർ, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ശരി. അതെ ആ പി ഡി കിടന്നിടത്തെ നോക്കട്ടെ, ഞാൻ ഒന്ന് കാണട്ടെ. എത്ര നാളെ അറിയാം കണ്ണ് കണ്ടിട്ട്. ഒന്ന് എടുത്ത സാർ കയ്യിലെടുത്ത സാധനം. ഐറ്റം തന്നെയല്ലേ സാറ് തന്നാണ്? ഞാൻ നോക്കട്ടെ സാറേ. അല്ലല്ല സാറ് ഒന്നും ചെയ്യത്തില്ല. ഞാൻ സാറ് പോകുമ്പോ അതുപോലെ തിരിച്ചു തരും. പക്ഷെ ഇത് സാറിന്റെ ജീവനെക്കാട്ടിലും വലുതാണ് സാറിന് കൈരിക്കുന്ന സാധനം. സോ അല്ല അത്രയും വലുത് ജീവനാണ് സാറിന് വലുത്. അപ്പോ ആ കൈരിക്കുന്ന സാധനം എന്തായാലും തരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാർ ചോദിക്കുമ്പോ. സാറേ ഞാൻ കുറച്ച് നാളെ തൊട്ടിട്ട് ഞാൻ കുറച്ചാള് പീടിയിലുണ്ടായിരുന്നു സാറേ. അന്നോട്ട് എന്റെ ആഗ്രഹം അത് കയ്യിലെടുക്കണം. അന്ന് കിട്ടിയില്ല. അല്ല അന്നും കിട്ടി അന്ന് അത് വെച്ച് വെടിവെച്ചപ്പോ ഉണ്ടായ ഒരു ആഗ്രഹമാണേ. സാർ can you give that gun please? കൈയുണ്ട്. അല്ല എനിക്കൊന്ന് നോക്കാനാ. നോക്കിട്ട് തരും. ഇപ്പൊ വെടി വെക്കോ സൗന്ദര്യം സുടുത്. ഇപ്പൊ വെടി വെക്കോ. റിക്വസ്റ്റ് അല്ല സാറേ, ഓർഡർ ആണ് സാറേ. ചന്ദ്രന്റെ അടുത്തേക്ക് നിന്നോ. നമ്മള് കുറച്ചേര് മാറി നിന്ന് വിടറേ. നമ്മള് തെറ്റിദ്ധരിക്കൂല. இருந்தாலும் ஒரு 10 கன்னு உங்க பின்னாடி இருக்குன்னு நோக்கிக்கோ. എന്നാലും സാർ പാവല്ലേ? എന്ത് പാവം. മറ്റേ പുള്ളി ഇട്ടിട്ട് അതിപ്പോ ഇവിടെ കൈ കൊണ്ടെന്ന് പറഞ്ഞോളൂ. തിരിഞ്ഞങ്ങനെ നടന്ന് ആള് മറ്റേ അവിടെ നമ്മള് വന്നത് പറഞ്ഞിട്ടില്ല, സാറിന് എടുത്തു പറഞ്ഞിട്ടില്ല. എന്തിനാ വന്ന എന്തോ മറന്നു വെച്ചത് പോലെയാണ് ആള് വന്നിട്ട് പോയത്. സാറില്ലേ സാറ് മറ്റേ ആടി സെയിലിന് സാറിനെ വിറ്റി മനസ്സിലായോ? ബൈ 1 get 1 ഫ്രീ പോലെയാണ് പോയത്. புல்லட்ஸ் இல்லலோ, ஒரு 4 புல்லட்ஸ் தாங்க. ஹாப்பி சார். ഒരു കാര്യം കാണിച്ചു കേട്ടോ നിങ്ങളെ. സ്കോപ്പ് സാറേ ഇതൊക്കെ ഇതുപോലെ ഒരിക്കൽ കൊള്ളല്ലേ സാറേ? സാർ ഇത് പോകുമ്പോ മറക്കാൻ ചോദിക്കണേ എൻ്റെ അടുത്ത്. ഞാൻ മറന്നു പോയി അല്ലെങ്കിൽ അല്ല സാറേ, ഇത് സാറിന് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫിന്റെ ത്രട്ടനിങ് എത്രയൊക്കെ പറഞ്ഞത്. സാറിന് ഇപ്പം വിളിച്ച ഫോൺ എടുക്കുക. ഇപ്പൊ സാറെ കൂടെ ഉണ്ടല്ലോ ഓഫീസർ. ആ ഓഫീസറിന് കോൾ ചെയ്യാവോ? കോൾ ചെയ്തിട്ട് ആ ഓഫീസറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാവോ എന്തിനാ ബാക്കിലോട്ട് പോയെന്ന്?